ചീരക്കുഴി CA യൂസഫ് അലിയുടെ രണ്ടാമത്തെ നോവൽ വിരലുകൾ തീർത്ത വിസ്മയം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പ്രകാശന ചടങ്ങ് മുൻ റവന്യൂ മന്ത്രി KE ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് നോവൽ ഇറങ്ങിയിട്ടൊരു കാലമാണ് ഞാനും നിമിഷം പഠിക്കുന്ന ഒരു കാലം. അന്ന് കിഴക്കഞ്ചേരിയിൽ വായനശാല ഉണ്ടായിരുന്നു, കിഴക്കഞ്ചേരി പഞ്ചായത്തിൻ്റെ. അത് കുട്ടുകാട്ടിലെ ആ ലൈൻ ബിൽഡിങ്ങിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഉച്ച കഴിഞ്ഞാൽ 3 മണിക്ക് ശേഷം വായനശാലയിൽ പുസ്തക വിതരണത്തിന് വേണ്ടി പഞ്ചായത്ത് നിയോഗിക്കപ്പെടുന്ന ഒരാളുണ്ടാകും. ഞാൻ മിക്കവാറും തൊഴിലൊന്നുമില്ലാത്ത സമയങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ വന്നിരിക്കും. പഞ്ചായത്തിൽ വേലായിരുന്നായിരിക്കും, അതുപോലെ ഏതെങ്കിലും ഒരു ലൈബ്രറി അവിടെ ഉണ്ടാകും. അപ്പോൾ ഓരോ ദിവസവും അവിടെ നിന്ന് ഓരോ പുസ്തകം കൊണ്ടുപോകും. അതൊക്കെ ഇതുപോലുള്ള നെഗറ്റീവ് നോവൽ തിരഞ്ഞെടുത്ത വായിക്കാനുള്ളൊരു വാസന നമുക്കുണ്ടാകുന്നത്, വായിക്കണമെന്നൊരു തോന്നൽ നമുക്കുണ്ടാകുന്നത് ഇത്തരം വായനയിലൂടെ വളർന്നു വന്നിട്ടാണ്. അങ്ങനെയാണ് നോവലുകൾ വായിക്കുക. നോവലിലൂടെ പിന്നെ മറ്റ് സാഹിത്യ രീതികളിലേക്ക് പോവുക, കവിതകളിലേക്ക് പോകുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ ഒരു ട്രെൻഡാണ് എനിക്ക് ഈ സേതു വായിച്ചത് പറ്റിയിട്ടുണ്ടായത്. ഒരു അനുഭൂതി ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താണ് അടുത്ത പേജിൽ എന്താണ്, അല്ലെങ്കിൽ അടുത്തെന്താണ് എന്നൊരു ജിജ്ഞാസ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതുകൂടി വായിക്കണമെന്നൊരു തോന്നല്ലേ. അങ്ങനെയാണ് പുസ്തകം പെട്ടെന്ന് വായിച്ചത്. കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി. വായനശാലകളിലേക്കുള്ള പുസ്തക വിതരണം മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി VC കബീർ നിർവഹിച്ചു. സഹദേവൻ മല്ലുകോട് പുസ്തകം പരിചയപ്പെടുത്തി. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം V ഓമനക്കുട്ടൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S രാധാകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സലിം പ്രസാദ്, അബ്ദുൽ നാസർ, M ശിവദാസൻ, പഞ്ചായത്ത് ലൈബ്രറി സമിതി കൺവീനർ V വിജയൻ, U അഷറഫ്, CA യൂസഫ് അലി എന്നിവർ സംസാരിച്ചു. ഇരുകാലുകൾക്കും വൈകല്യമുള്ള രാജ്യാന്തര വോളിബോൾ പ്രേമി അബ്ദുള്ളയ്ക്കും മുൻമന്ത്രി KE ഇസ്മയിലിനും പുസ്തകം കൈമാറി. UTV ന്യൂസ്, പാലക്കാട്.